ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. വെള്ളിക്ക് ഒരു ഉത്ഭവസ്ഥാനവും പൊന്ന് ഊതിക്കഴിപ്പാൻ ഒരു സ്ഥലവുമുണ്ട്. ഇരുമ്പ് മണ്ണിൽ നിന്നെടുക്കുന്നു, കല്ലുരുക്കി ചെമ്പെടുക്കുന്നു, മനുഷ്യൻ അന്ധകാരത്തിന് അതിരുവയ്ക്കുന്നു. കൂരിരുളിലെയും അന്ധതമസിലെയും കല്ലിനെ അങ്ങേയറ്റം വരെ ശോധന ചെയ്യുന്നു. പാർപ്പുള്ളിടത്തു നിന്ന് ദൂരെ അവർ കൂടി കുത്തുന്നു. കടന്നുപോകുന്ന കാലിന് അവർ മറന്നുപോയവർ തന്നെ. മനുഷ്യർക്ക് അകലെ അവർ തൂങ്ങിയാടുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരം ഉണ്ടാകുന്നു, അതിൻ്റെ അധോഭാഗം തീകൊണ്ടെന്ന പോലെ മറിയുന്നു. അതിലെ പാറകൾ നീലരത്നത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനം, കനകപ്പൊടിയും അവിടെയുണ്ട്. അതിൻ്റെ പാത കഴുകൻ അറിയുന്നില്ല, പരുന്തിൻ്റെ കണ്ണ് അതിനെ കണ്ടിട്ടില്ല, പുളച്ച കാട്ടുമൃഗങ്ങളതിൽ ചവിട്ടിയിട്ടില്ല, ഘോരസിംഹം അതിൽ നടന്നിട്ടുമില്ല. അവർ തീക്കനൽ പാറയിലേക്ക് കൈനീട്ടുന്നു, പർവ്വതങ്ങളെ അവർ വേരോടെ മറിച്ചു കളയുന്നു. അവർ പാറകളുടെ ഇടയിൽ കൂടി നടകളെ വെട്ടുന്നു. അവരുടെ കണ്ണ് വിലയേറിയ വസ്തുക്കളെ ഒക്കെയും കാണുന്നു. അവർ നീരൊഴുക്കുകളെ ചോരാതവണ്ണം അടച്ചു നിർത്തുന്നു. ഗുപ്തമായിരിക്കുന്നത് അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടും? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? അതിൻ്റെ വില മനുഷ്യൻ അറിയുന്നില്ല. ജീവനുള്ളവർ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല. അത് എന്നിലില്ല എന്ന് ആഴി പറയുന്നു, അത് എൻ്റെ പക്കലില്ല എന്ന് സമുദ്രവും പറയുന്നു. തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ല, അതിൻ്റെ വിലയായി വെള്ളി തൂക്കിക്കൊടുപ്പാറുമില്ല. ഓഫീർ പൊന്നോ വിലയേറിയ ഗോമേതകമോ നീലരത്നമോ ഒന്നും അതിന് ഈടാക്കുന്നതല്ല. സ്വർണവും സ്ഫടികവും അതിനോട് ഒക്കുന്നില്ല. തങ്കം കൊണ്ട് പണ്ടങ്ങൾക്ക് അതിനെ മാറിക്കൊടുപ്പാറില്ല. പവിഴത്തിൻ്റെയും പളുങ്കിൻ്റെയും പേർ മിണ്ടുകയേ വേണ്ട. ജ്ഞാനത്തിൻ്റെ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ. കൂശിലെ പുഷ്പരാഗം അതിനോടൊക്കുന്നില്ല. തങ്കം കൊണ്ട് അതിൻ്റെ വില മതിക്കാവുന്നതും അല്ല. പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? വിവേകത്തിൻ്റെ സ്ഥാനം എവിടെ? അത് സകല ജീവികളുടെയും കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു. ആകാശത്തിലെ പക്ഷികൾക്ക് അത് ഗുപ്തമായിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് അതിൻ്റെ കേൾവി കേട്ടിട്ടുണ്ട് എന്ന് നരകവും മരണവും പറയുന്നു. ദൈവം അതിൻ്റെ വഴി അറിയുന്നു, അതിൻ്റെ ഉത്ഭവസ്ഥാനം അവന് നിശ്ചയമുണ്ട്. അവൻ ഭൂമിയുടെ അറ്റങ്ങളോളവും നോക്കുന്നു, ആകാശത്തിൻ്റെ കീഴിലൊക്കെയും കാണുന്നു. അവൻ കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. അവൻ മഴയ്ക്ക് ഒരു നിയമവും ഇടിമിന്നലിന് ഒരു വഴിയും ഉണ്ടാക്കിയപ്പോൾ അവൻ അത് കണ്ട് വർണ്ണിക്കുകയും അത് സ്ഥാപിക്കുകയും പരിശോധിക്കുകയും ചെയ്തു. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷമകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. ഇയ്യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം പല ശാസ്ത്രീയ സത്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു അധ്യായമാണ്. ഭൂമിയുടെ അധോഭാഗം തീ നിറഞ്ഞതാണ്, ആളിക്കത്തുന്ന തീയാണ് എന്ന് ഈ പുസ്തകം പറയുന്നുണ്ട്. ശരിയാണ്, ലാവകൾ അവിടെയുണ്ട്. ചിലപ്പോൾ അഗ്നിപർവ്വതം പൊട്ടി ഒഴുകുന്നത്
ഈ ഭൂമിയുടെ അടിയിൽ നിന്നാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. അതുപോലെ മഴയെക്കുറിച്ച്, മേഘങ്ങളെക്കുറിച്ച്, ഭൂമിയിലെ ധാതുക്കളെക്കുറിച്ച്, ലോഹങ്ങളെക്കുറിച്ചെല്ലാമുള്ള ജ്ഞാനം നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. യോബിന് സ്വത്തോ ആരോഗ്യമോ ഇല്ലാത്തത് ദൈവശാപമാണെന്ന് സ്ഥാപിക്കാനാണ് സ്നേഹിതന്മാരുടെ ശ്രമം. എന്നാൽ യോബ് ധനികനല്ലെങ്കിലും രോഗിയാണെങ്കിലും ഭക്തനാണെന്നതിൽ ഉറച്ചിരിക്കുകയാണ്. ആദ്യ വാക്യങ്ങളിൽ യോബ് പറയുന്നത് തനിക്കുണ്ടായിരുന്നതിനേക്കാൾ വെള്ളിയും പൊന്നും ഇരുമ്പും താമ്പവും രത്നങ്ങളും ഭൂമിയുടെ അഗാധത്തിൽ ചെന്ന് കുഴിച്ചു കൊണ്ടുവരുന്നവരുണ്ട്. ധനം സമ്പാദിക്കുന്നതിൽ അവർ ജ്ഞാനികളാണ്. എന്നാൽ അവർക്ക് യഥാർത്ഥ ജ്ഞാനം ഇല്ല. അതിൻ്റെ വിലയും അവർക്ക് അറിഞ്ഞുകൂടാ. അത് തങ്ങൾ നേടിയെടുത്ത സകല രത്നങ്ങളെക്കാളും അല്ലെങ്കിൽ ലോകത്തുള്ള സകല രത്നങ്ങളെക്കാളും വിലയേറിയതാണ്. അവസാനം യോബ് പറയുന്നത് കർത്താവിനോടുള്ള ഭക്തിയാണ് യഥാർത്ഥ ജ്ഞാനവും വിവേകവും. മേൽപ്പറഞ്ഞ ധനവും സുഖവും ഉള്ളതുകൊണ്ട് ആയില്ല. യഹോവഭക്തി അന്വേഷിച്ച് കണ്ടെത്തണം. ദൈവമാണ് സൃഷ്ടാവെന്നും പരിപാലകനെന്നും ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവനെന്നും ന്യായാധിപനെന്നും തിരിച്ചറിയണം. ആ ദൈവം നടത്തുന്ന വഴികളിലൂടെ പിറുപിറുപ്പില്ലാതെ നടക്കാൻ സാധിക്കണം. അതാണ് യഥാർത്ഥ ഭക്തി. അതാണ് ഇയ്യോബിനെ വ്യത്യസ്തനാക്കുന്നത്. ഇയ്യോബ് ധനം സമ്പാദിക്കുന്നതിന് മുമ്പ് ദൈവത്തെയാണ് അന്വേഷിച്ച് കണ്ടെത്തിയത്. ധനം നഷ്ടമായെങ്കിലും ദൈവവും ദൈവിക സന്തോഷവും നഷ്ടമായില്ല. ഈ പാഠം പഠിപ്പിക്കാനാണ് ഇയ്യോബ് ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ധനവും സുഖവുമൊക്കെ മാറുന്നതാണ്. എന്നാൽ മാറാത്തവനാണ് ദൈവം. ആ മാറാത്ത ദൈവത്തെ, ഇന്നലെയും ഇന്നും യഥാവാനായ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തണം. യേശു പറഞ്ഞു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കും, യാചിക്കുന്നവന് ലഭിക്കും. എന്നാൽ പണ്ടത്തെ പോലെ ആളുകൾ ഇന്നും ധനം സമ്പാദിക്കാൻ വേണ്ടി എന്ത് അന്യായവും ചെയ്യുകയാണ്. യേശു പറഞ്ഞ അന്ത്യകാലത്ത് അങ്ങനെ ഉണ്ടാകും. മനുഷ്യർ ദ്രവ്യാഗ്രഹികളായിരിക്കും. ആരനുഭവിക്കും എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ അവർ ആളുകളുടെ കണ്ണുനീരോ അവരുടെ രക്തമോ ഒന്നും വിഷയമല്ല. അവർ ഇങ്ങനെ ധനം സമ്പാദിക്കുകയാണ്. പക്ഷേ അതല്ല വേണ്ടത്. ദൈവത്തെ കണ്ടെത്താനുള്ള അന്വേഷണമാണ് വേണ്ടത്. ആ ദൈവം നമ്മുടെ അടുത്തേക്ക് വന്നു. അവനത്രേ കർത്താവായ യേശു. ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആളുകൾ, അവരാണ് ജ്ഞാനികൾ. അവർക്ക് ധനമില്ലെങ്കിലും ദൈവമുണ്ട്, പ്രത്യാശയുണ്ട്. കർത്താവ് നമ്മേവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.